സവ്വജു നിങ്ങൾ കല്യാണം കഴിക്കണം. വലാ തുതല്ലിഖു നിങ്ങൾ എന്താക്കരുത്, ത്വലാഖ് ചൊല്ലരുത് കേട്ടോ. മുത്തനബി പറയാം, നിങ്ങൾ ത്വലാഖ് ചൊല്ലരുത്. ത്വലാഖ് ചൊല്ലേണ്ട കുറേ ഘട്ടങ്ങളുണ്ട്. ആ സമയത്തല്ലാതെ എന്താ ഒരു പെണ്ണിനെ അങ്ങോട്ട് ത്വലാഖെല്ലാൻ പാടില്ല. കെട്ടിക്കൊടുന്നു കഴിഞ്ഞാൽ എന്താക്കാൻ പാടില്ല, ഒരു പെണ്ണിനെ ത്വലാഖ് ചെല്ലാനല്ല കെട്ടേണ്ടത്. നമ്മൾ നീയത്ത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞ മുന്നേ കല്യാണത്തിൻ്റെ നീയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്, വിവാഹത്തിനാണ്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ കരുതേണ്ടത് എന്താണ്, ഇത് ആഖിറത്തിൽ മുത്തുനബിൻ്റെ കൂടെ സ്വർഗത്തിൽ എനിക്ക് ഒരുമിച്ച് കൂടാനുള്ള ഇണയാണ്. ആ രീതിയിൽ നിയ്യത്ത് വെച്ചിട്ട് വേണം, എനിക്ക് സ്വർഗത്തിലും ഇവൾ തന്നെ വേണം, അല്ലെങ്കിൽ സ്വർഗത്തിലും ഇവൻ തന്നെ വേണം. ആ നിയ്യത്ത് വെച്ചിട്ട് വേണം എന്താക്കേണ്ടത്, നിക്കാഹിൻ്റെ സദസ്സിലേക്ക് അവൻ കയറേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തുതല്ലിഖു നിങ്ങൾ എന്താക്കരുത്, ത്വലാഖ് ചൊല്ലരുത്. അപ്പോൾ ത്വലാഖ് ചെല്ലാനല്ല, നമ്മൾ ആദ്യം പറയണ്ടേ, കെട്ടുന്ന പെണ്ണിനെ ത്വലാഖ് ചെല്ലാനല്ല. കെട്ടുന്ന പെണ്ണിനെ കെട്ടിയ പെണ്ണിനെ ത്വലാഖ് ചൊല്ലാനല്ല നമ്മൾ കെട്ടേണ്ടത്. കെട്ടിയ പെണ്ണിനെ ഒരു അകാരണമായിട്ട് അല്ലെങ്കിൽ പിന്നെ ബാപ്പാൻ്റെയോ ഉമ്മാൻ്റെയോ നാത്തൂൻ്റെയോ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെയോ വർത്തമാനം കേട്ടിട്ട് ത്വലാഖ് ചെല്ലാനും പാടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയതിൽ വെച്ച് ഏറ്റവും അള്ളാഹ്ക്ക് വെറുപ്പുള്ളതും അർശ് പോലും കുലുങ്ങുന്നത് ത്വലാഖ് ചെല്ലുന്ന സന്ദർഭത്തിലാണ്. അത് പുരുഷൻ അങ്ങോട്ട് ചൊല്ലുമ്പോഴും ശരി, പുരുഷനെ ഇങ്ങോട്ട് ത്വലാഖ് ചെല്ലുന്നൊരു രംഗമുണ്ട്. ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ത്വലാഖ് അതികഠിനമായി പിടിച്ചു വാങ്ങുന്നൊരു സന്ദർഭമുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും അർശ് വരെ കുലുങ്ങിപ്പോകും. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു സംഭവമാണ്. ഹലാലാക്കിയതിൽ വെച്ച് ഏറ്റവും വെറുപ്പുള്ള വിഷയമാണ് ത്വലാഖ് ചെല്ലുക എന്നുള്ളത്. ത്വലാഖ് ചൊല്ലാനല്ല നമ്മൾ